സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ പ്രചാരം സിദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നാം പരിചയപ്പെട്ട കുറേയേറെ വാക്കുകളുണ്ട്. ഡീപ് സ്റ്റേറ്റ്, വോക്കിസം, ലിബറലിസം, കൾച്ചറൽ മാർക്സിസം, ഏർബൻ നക്സലിസം, വഹാബിസം, സലഫിസം, ഇവാഞ്ചലിസം, അങ്ങനെ ഒരുപാട് ഇസങ്ങളുണ്ട്. അപ്പോൾ ഈ വാക്കുകൾക്ക് പിന്നിലുള്ള ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് അനിർവചനീയമാണ്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ സമൂഹത്തിൽ വിത്തിട്ട് വളർത്തി പിന്നീട് സോറോസിനെ പോലുള്ള ചെകുത്താന്മാരുടെ ഫണ്ട് വാങ്ങി അതിനെയൊക്കെ ഒരു സംഘടനയാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഒരു അണുബോംബിനേക്കാളും കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു നശീകരണ ആയുധമായിട്ട് രാഷ്ട്രത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കാനുള്ള ആ പ്രഹരശേഷി ഈ ചില ആശയങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ആ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ തമ്മിൽ തന്നെ ഇത് പരസ്പരം സഹായിച്ച് പുറഞ്ചൊറിഞ്ഞു നിൽക്കുന്ന അവസരങ്ങളുണ്ട്. കാരണം ഇതൊക്കെയും തമ്മിൽ സഹായിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രത്തിന്റെ തനതായ സംസ്കാരത്തിന് എതിരായിട്ടുള്ളതായതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ഒരേ ലക്ഷ്യം തന്നെ ഉള്ളതുകൊണ്ട് അതൊക്കെയും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് നിൽക്കാറ്. അപ്പോൾ ഇതിപ്പോ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മണിപ്പൂരിൽ തീയിട്ട് കഴിഞ്ഞിട്ട് അയ്യോ മണിപ്പൂരിൽ തീയിട്ടെ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നിലവിളിക്കുമ്പോൾ ബാക്കി എല്ലാവരും മതേതര ന്യൂനപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക പിന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികളെല്ലാം കൂടി ഓടിക്കൂടി നിലവിളിച്ച് ഇരവാദം പറഞ്ഞ് ലോകശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരും. എല്ലാ കല്യാണ ഉണ്ണികളും കൂടെ അവിടെ എത്തും. അല്ലെങ്കിൽ ഗോധ്രയിലിപ്പോ അവര് തീർത്ഥാടകർ പോകുന്ന ഒരു തീവണ്ടിക്ക് തീയിട്ട് അതിൽ പച്ചയ്ക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ഒരു കലാപം ഉണ്ടാക്കും. എന്നിട്ട് ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയ ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് അങ്ങോട്ട് ലോകശ്രദ്ധ കൊണ്ടുവരും, ഇരവാദം പറയും. ഇങ്ങനെ പരസ്പരം പുറഞ്ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറേ ഇസങ്ങളും കുറേ ആശയങ്ങളും ഒക്കെ എല്ലാവരുടെയും ലക്ഷ്യം ഒറ്റയൊന്നാണ്. അപ്പോൾ ഈ എല്ലാവരും കയറി നിരങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വോക്കിസം എന്ന് പറയുന്നത്. വോക്കിസം എന്ന് പറയുന്നത് ഒരു ഇടത് ലിബറൽ ഒരു അരാജകവാദം എന്ന് തന്നെ പറയാം. അതൊരു കടുത്ത ഇടത് ആയിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. സാമൂഹിക അനീതി, ലിംഗ അസമത്വം, വംശീയ വിവേചനം, പാർശ്വവൽക്കരണം മുതലായ സാമൂഹിക അനീതികൾക്ക് എതിരെ ഉള്ളതാണ് വോക്കിസം എന്നാണ് വെപ്പ്. അപ്പോൾ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനമായിരിക്കുന്നത് കൊണ്ട് തന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്ക് എതിരെ മുൻവിധിയോടെയുള്ള മുന്നേറ്റമാണ് വോക്കിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നിലനിൽക്കുന്ന പ്രസ്ഥാനം നിലനിൽക്കുന്ന വ്യവസ്ഥിതി എന്നുള്ള ആ പരിപ്രേക്ഷ്യത്തിൽ വേണം നമ്മൾ ഭാരതത്തിൽ ഈ വോക്കിസത്തെ കാണാൻ എല്ലായിടത്തും. അപ്പൊ നിലനിൽക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഭാരതത്തിൽ എന്താണ്? ഒന്നാമത്തെ കുടുംബമാണ്, അതിനെ തകർക്കണം. വ്യക്തികളുടെ സദാചാരം അതില്ലാതാക്കണം. അത് ഓരോ വ്യക്തി സ്വാതന്ത്ര്യവും ലൈംഗിക അരാജകത്വമൊക്കെ പറഞ്ഞ് വ്യക്തികളുടെ സദാചാരം ഇല്ലാതാക്കണം. പങ്കാളികളുടെ വിശ്വസ്തത. അപ്പോൾ നമുക്ക് അറിയാം ഈ വോക്കിസം എന്ന് പറയുന്ന കോടതി വിധികളെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലഹരി വിരുദ്ധമായ സാമൂഹ്യബോധം. ഈ ലഹരി വലിയ പ്രശ്നമൊന്നും അല്ല. ഈ കഞ്ചാവൊക്കെ പലതിനും ഉപയോഗിക്കുന്നുണ്ട്, മരുന്നായിട്ടുണ്ട്, പണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു, ഇതത്ര വലിയ പ്രശ്നമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ലഹരിനെ ഒന്നും എന്താ പറയാ അതിന്റെ ആ ഒരു ഉപയോഗത്തെയൊക്കെ അത്ര വലിയ പ്രശ്നമായി കാണണ്ട എന്നുള്ള ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം. ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത, അതാണ് വ്യവസ്ഥാപിതമായ നമ്മുടെ ഒരു ഭാരതീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിനെ എതിർത്തുകൊണ്ട് ആ ബന്ധം വെറും ഒരു എന്താ പറയാ കൂലി അല്ലെങ്കിൽ യജമാന അടിമ ബന്ധമെന്നോ അല്ലെങ്കിൽ വെറും കൂലി വാങ്ങുന്ന ഒരു ബന്ധമെന്നോ ഒക്കെ ആക്കി അതിനെ മാറ്റുന്നു. പിന്നെ കുടുംബ ബന്ധങ്ങളിലെ പാരസ്പര്യം അതില്ലാണ്ടാക്കണം. പിന്നെ സാംസ്കാരിക വേരുകൾ അതിനെ ഇല്ലാതാക്കണം. നമ്മുടെ സംസ്കാരത്തിന്റെ അടിവേര് അറക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ജനതയെ ഒന്നായി നിർത്തുന്ന ആചാരങ്ങൾ, ഇപ്പോൾ നമ്മളെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ, സാംസ്കാരികമായ ആ ആചാരങ്ങൾ ഒന്നിച്ചുകൂടുന്ന ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന എല്ലാ ആചാരങ്ങളെയും എതിർത്ത് അതിനെ ഇല്ലാതാക്കുക. പിന്നെ പരമ്പരകൾ തുടർന്നു വരുന്ന അനുഷ്ഠാനങ്ങൾ അതൊക്കെ ഇല്ലാതാക്കി ആ പാരമ്പര്യത്തിന്റെ കണ്ണി മുറിച്ച് അതിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോയി മറ്റുള്ളതിലേക്കാക്കി അതിന്റെ ആ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണി മുറിക്കുക, പൈതൃകം ഇല്ലാതാക്കുക. ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ വേരുകളും അറുത്ത് കളയുക
എന്നിട്ട് ഇപ്പം ഈ നിലനിൽക്കുന്ന വ്യവസ്ഥയെ തകർത്താൻ മറ്റെന്തെങ്കിലും ഉണ്ടോ അവരെ കയ്യിൽ? ഒന്നുമില്ല. എല്ലാം തകർത്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. അപ്പൊ എന്താവും? അരാജകത്വം ഉടലെടുക്കും. ഇപ്പോ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ സ്വതന്ത്രമായി തീരുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടായി. സ്ത്രീകൾക്ക് അതൊരു സാമൂഹ്യ പ്രശ്നമായി തീരുന്നു. അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന പുരുഷന്മാർ സാമൂഹ്യ പ്രശ്നമായി തീരുന്നു. ഇങ്ങനെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവുന്നു. പിന്നെ ഇവർ പറയുന്ന ഈ വോക്കിസം പറയുന്ന മറ്റൊരു കാര്യം LGBT ഇങ്ങനെ മറ്റു ക്യൂർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈംഗിക വ്യത്യസ്തതകളുള്ളവരോടുള്ള സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ട് അതൊക്കെ നിയമവിധേയമാക്കിക്കൊണ്ട് ആ ഒരു ലൈംഗിക അരാജകത്വം നിയമവിധേയമാക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വോക്കിസമൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വോക്കിസം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇത് ഈ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് എന്തിനൊക്കെയാണോ ഈ വോക്കിസം നിലവിൽ വന്നത്, ഏതൊക്കെ അർത്ഥവത്തായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണോ മുന്നേറ്റം തുടങ്ങിയത്, അതിനൊക്കെ വിപരീതമായിക്കൊണ്ട് വികലമായ ചിന്തകൾ, പ്രവർത്തന ലക്ഷ്യങ്ങളൊക്കെയാണ് ഇപ്പൊ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ അന്തസ്സുള്ള ദൈനംദിന ജീവിതത്തിന് ഒരു തരത്തിൽ യോജിക്കാത്ത രീതിയിലുള്ള അവകാശങ്ങളും അമിത സ്വാതന്ത്ര്യബോധവും, ശ്രദ്ധിക്കണം, അമിത സ്വാതന്ത്ര്യബോധവും ഓരോ അണുവിലും പ്രകടമാവാൻ തുടങ്ങി. തുടർന്ന് സാമൂഹ്യ, രാഷ്ട്രീയ, അന്താരാഷ്ട്ര സമാധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു. ഇന്ന് യുവതീ-യുവാക്കളിൽ കാണുന്ന വികലമായ ചിന്ത ചോദ്യം ചെയ്യൽ, ജീവിത യാഥാർത്ഥ്യത്തോടുള്ള ധാർഷ്ട്യവും സമീപനവും, എന്തിനോടും വിമർശന ബുദ്ധിയോടെയും സംശയ രീതിയിലുള്ള സമീപനം, സ്നേഹം, ബഹുമാനം എന്നീ ഗുണങ്ങളുള്ള നിരാകരണം, സ്നേഹം, ബഹുമാനം തുടങ്ങിയവയോടുള്ള നിരാകരണം എല്ലാം ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായ ഈ വോക്കിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെയും വരുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ കവിതാമോഷ്ടാവായ അധ്യാപികയൊക്കെ ഈ അധ്യാപകരുടെ കാല് തൊട്ട് വിദ്യാർത്ഥികൾ വണങ്ങുന്ന ആ ഒരു സദാചാരത്തെയൊക്കെ എങ്ങനെയാണ് വിമർശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അധ്യാപികയൊക്കെ പിന്തുടരുന്ന വിദ്യാർത്ഥികൾ അവർ ആ ക്യാമ്പസുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇടതുപക്ഷത്തോട് ചാരിയാണ് ഈ വോക്കിസം ഈ സമൂഹത്തിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഇവരുടെ ഇടതുപക്ഷത്തിന്റെ ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഓരോ ബോർഡും ബാനറുകളും ഒക്കെ ശ്രദ്ധിച്ചു നോക്കൂ. വെറും ലൈംഗിക അരാജകത്വവും ചോരയും ഒക്കെ ചിതറിക്കൊണ്ടുള്ള ഏതൊക്കെയോ നാട്ടിലെ ഗോത്ര വംശീയ രീതികളൊക്കെ ഈ ഇന്തിഫാദ് എന്നോ അങ്ങനെയൊക്കെ പറയുന്ന അതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ചോര ചിന്തുന്ന ഒരു തരം സംസ്കാരമാണ് SFI എന്ന് പറയുന്ന ഈ വോക്കിസം കൊണ്ടുവരുന്ന ഇടതുപക്ഷ സംഘടന ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിനിമ സംഘടനകളിലേക്ക് നോക്കൂ. അവിടെ പാർവതി തെരുവോത്തിനെ പോലെയുള്ളവരൊക്കെ ഈ അമ്മ എന്ന് പറയുന്നതിനെ പോലും ഒരു നിരോധിക്കുന്ന രീതിയിലാണ് അവര് സംസാരിക്കുന്നത്. അമ്മ എന്ന് പറയുന്ന വൈകാരികത അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് വെറും കൂലി കിട്ടുന്ന ഒരു സംഘടന, ഒരു തൊഴിലാളി സംഘടന മാത്രമാണ്. അത് കൂലി പ്രശ്നം തീർക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ്. മറ്റു വ്യക്തികൾക്ക്, മറ്റു സംഘടനയിലെ അംഗങ്ങൾക്ക് അമ്മ എന്ന് പറയുമ്പോൾ തോന്നുന്ന അന്നം തരുന്ന എന്തോ ഒരു ആ പാരസ്പര്യം, ആ ബഹുമാനം, ആദരവ് ഒന്നും ഈ വോക്കിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഈ താരങ്ങൾക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുപോലുള്ള അധ്യാപകര് തുറന്നു വിടുന്ന വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിലും അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നരകം ഉണ്ടല്ലോ, അതൊക്കെയും നമ്മളാണ് സഹിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ആശയങ്ങളാണ് നമ്മുടെ കുട്ടികളെ തകർക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു പോസ്റ്റോടുകൂടി ഞാൻ നിർത്താം. അതിങ്ങനെയാണ്: അവർ നടക്കുന്നത് നമുക്ക് പിന്തിരിഞ്ഞാണ്. നിറമുള്ള വെളിച്ചം എന്ന് അവർ കരുതുന്നത് പക്ഷേ ശരിക്കും ഇരുട്ടാണ്. അതെ, അവർ പിന്തിരിഞ്ഞ് നടക്കുകയാണ്. സംസ്കാരത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, പാരസ്പര്യത്തിൽ നിന്ന്, ചരിത്രബോധത്തിൽ നിന്ന്. പിറന്ന നാടിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരു 25-കാരൻ ആസാദ്, തൂക്കുകയറിന് ചിരിച്ചുകൊണ്ട് അണിഞ്ഞ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച നേതാജി, ഗാന്ധിജി, വീരവിവേകാനന്ദൻ, റാണ പ്രതാപ്, ശിവജി, പൃഥ്വിരാജ് ചൗഹാൻ, ചാണക്യൻ, അംബേദ്കർ, സച്ചിൻ ടെണ്ടുൽക്കർ, APJ അബ്ദുൽ കലാം,
കൽപ്പന ചൗള, ചാന്ദ്രയാൻ, ആദിത്യ, L1, ചെസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, നാടകം, പാട്ട്, യാത്ര, ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നടക്കുകയാണവർ. അല്ല, നടത്തുകയാണ്. പണവും അധികാരവും സ്വാർത്ഥതയും കെട്ടുപിണയുന്ന അപജയത്തിന്റെ കെട്ടകാലത്ത് ഇടതുപക്ഷ ഇക്കോസിസ്റ്റം അതിന്റെ വിദ്യാർത്ഥി യുവജന നിഴൽ സംഘടനകളിലൂടെ പ്രചരിപ്പിച്ചെടുത്ത മൂല്യനിരാസത്തിന്റെ കെട്ടകാലത്ത് സ്ത്രീയും പുരുഷനും ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ഇണചേരുമ്പോൾ ഉണ്ടായിപ്പോകുന്ന ഉപോൽപ്പന്നം മാത്രമാണ് മക്കളെന്നും ഓരോ വ്യക്തിയും പിറവിയിൽ തന്നെ സ്വതന്ത്രനാണെന്നും മാതാപിതാ പുത്ര പൗത്ര മാതുല ബന്ധങ്ങളൊക്കെ അപരിഷ്കൃത ചിന്തകളാണെന്നും സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നുമൊക്കെയുമുള്ള ഇടതുപക്ഷ നരേറ്റീവുകളുടെ കെട്ടകാലത്ത് അവർ പിന്തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ അവരെ വിട്ടുകൂടാം. നമ്മുടെ മക്കളാണ്, നമുക്ക് പിറകെ പോകാം, തിരിച്ചു നടത്താം. വേണ്ടത് ഒരു യുദ്ധമാണ്. ലഹരിയുടെ കൗരവപ്പടയ്ക്ക് നേരെ ഒരു ധർമ്മയുദ്ധം. ഇനിയും വൈകരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ജോബി ബാലകൃഷ്ണൻ മാഷ് നമ്മോട് പറയുന്നത്. അപ്പോൾ നമുക്കും ആ യുദ്ധത്തിൽ പങ്കാളികൾ ആയിരിക്കാം. ഓരോ അമ്മമാരും ഈ വോക്കിസത്തിന്റെ പിടിയിലാണ് നമ്മുടെ മക്കൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വോക്കിസം എന്താണ്, ഏത് സംഘടനയിൽ കൂടി ഇത് കയറി വരുന്നു എന്ന് മനസ്സിലാക്കണം. ആ സംഘടനകളിലേക്ക് മക്കളെ വിടാതിരിക്കണം. അതിനുള്ള തിരിച്ചറിവിനെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നാം മനസ്സിലായിരിക്കണം. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.